കലാഞ്ചോകളുടെ ബൾക്കായിട്ടുള്ള പാക്കിംഗ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. 4 കലാഞ്ചോ കോംബോയും അതുപോലെ 5 കലാഞ്ചോ കോംബോയും ഒക്കെ ഇന്ന് അയക്കാനുണ്ട്. 120 പേർക്കാണ് ഇന്ന് കലാഞ്ചോ കോംബോകൾ അയക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം അപ്കമിങ് കൊറിയർ ലിസ്റ്റ് എന്ന് പറഞ്ഞ ലിസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഈ ആഴ്ച അയക്കാൻ പോകുന്നവരുടെ ഫസ്റ്റത്തെ ലിസ്റ്റ്. അപ്പോൾ അതിലുള്ള ഭൂരിഭാഗം പേർക്കും ഇന്ന് തന്നെ അയക്കുന്നുണ്ട്. ബാക്കി മിക്സ്ഡ് ആയിട്ടുള്ള പ്ലാൻസ് ഒക്കെ നാളെയാണ് അയക്കുന്നത്. ഇതിപ്പോൾ ഒന്നിച്ചിങ്ങനെ പാക്ക് ചെയ്യാൻ എളുപ്പമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഒന്നിച്ച് കലാഞ്ചോ കോംബോകൾ മാത്രം എടുത്തിട്ട് ഇന്ന് ഇത് മാത്രം അയക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ളവരുടേത് നാളെ അയക്കും. മറ്റന്നാൾ ഒരു 3 ദിവസം കൊണ്ട് നമ്മുടെ പെൻഡിങ് ഒക്കെ തീരും. പെൻഡിങ് എന്ന് പറയാനൊന്നുമില്ല, എന്നാലും പെൻഡിങ് എന്ന് കരുതുന്നവരുടേത് കഴിയും. കാരണം നമ്മൾ എന്തായാലും 10 മുതൽ 15 ദിവസം വരെ സമയം പറഞ്ഞിട്ടുണ്ട് വെബ്സൈറ്റിലും അതുപോലെ വാട്സാപ്പിലാണെങ്കിലും അത് പറഞ്ഞു വെക്കുന്നുണ്ട്. പക്ഷെ അത് ചിലരൊന്നും അത് വായിച്ച് മനസ്സിലാക്കുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ളവരാണ് കംപ്ലയിൻറ്റ് പറയുന്നത്. അപ്പോൾ ആ ഒരു കംപ്ലയിൻറ്റ് തീരുന്നതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഈ കലാഞ്ചോൻ്റെ കെയറിങ് മുൻപത്തെ വീഡിയോയിൽ ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ളതാണ്. വെള്ളം ഒരുപാട് ആവാൻ പാടില്ല, വെയിൽ തീരെ തട്ടാൻ പാടില്ല. ഈ 2 കാര്യങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കുക. ഈ 2 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ കലാഞ്ചോ നല്ല അടിപൊളിയായിട്ട് വളരുന്നതാണ്. പിന്നെ പൂക്കൾ ഉണങ്ങി കഴിയുമ്പോൾ ആ ബ്രാഞ്ച് കട്ട് ചെയ്ത് കൊടുക്കുക. താഴെ നിന്ന് ഒരുപാട് തളിർപ്പുകളും കമ്പുകളും വന്ന് വീണ്ടും ഇതുപോലെ ബുഷിയായി പൂക്കൾ ഉണ്ടാവുന്നതാണ്. ആ കാര്യങ്ങൾ നല്ലോണം ശ്രദ്ധിച്ച് ചെയ്യുക കേട്ടോ. ശരിക്കും പറയുകയാണെങ്കിൽ ഒരു പരിചരണം വേണ്ടാത്ത ചെടിയാണ് കലാഞ്ചോ. പക്ഷേ ഈ വെള്ളത്തിൻ്റെയും വെയിലിൻ്റെയും കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ കലാഞ്ചോ വാങ്ങാൻ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ.